നമ്മുടെ തലൈവർ രജനീകാന്തിന്റെ ജീവിതത്തിലെ ഒരു സംഭവം പറയാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ബംഗളൂരുവിലെ കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അന്ന് രജനീകാന്ത് അന്ന് ശിവാജി റാവുവാണ്. ഒരു ദിവസം ഒരു പെൺകുട്ടി ബസ്സിന്റെ മുന്നിലത്തെ ഡോറിലൂടെ കയറാൻ നോക്കി. അപ്പോൾ അവിടേക്കെന്ന് വെച്ചാൽ സാധാരണ മുന്നിലത്തെ ഡോർ എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഈ ബസ്സിൽ നിന്നും ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ രജനി ആ പെൺകുട്ടിയോട് പറഞ്ഞു പിന്നിലത്തെ ഡോറിലൂടെ കയറിപ്പോകാൻ. അപ്പോൾ ആ പെൺകുട്ടി പെട്ടെന്ന് രജനീകാന്തിനെ കൈ തട്ടി മാറ്റിയിട്ട് പോ അയ്യ എന്ന് പറഞ്ഞ് മുന്നിലത്തെ ഡോറിലൂടെ തന്നെ അകത്തേക്ക് കയറി. ആരടാ ഇവൾ എന്ന ചിന്തയായി രജനിക്ക് പിന്നീട്. അങ്ങനെ ആ ഉടക്ക് സൗഹൃദമായി തീർന്നു. അന്ന് MBBS പഠിക്കുന്ന നിർമ്മല എന്ന പെൺകുട്ടിയായിരുന്നു അത്. നിമ്മി എന്നായിരുന്നു ശിവാജി വിളിച്ചിരുന്നത്. രജനി അഭിനയിക്കുന്ന നാടകങ്ങളൊക്കെയും കാണാൻ നിമ്മിയും എത്താറുണ്ട്. കുറച്ച് നാളുകൾക്കു ശേഷം ചെന്നൈ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരു ഇന്റർവ്യൂ കാർഡ് ശിവാജിയെ തേടിയെത്തി. അതിനുള്ള ആപ്ലിക്കേഷൻ അയച്ചത് നിമ്മിയായിരുന്നു. നിങ്ങൾ സിനിമയിലെത്തണം, എൻ്റെ വലിയൊരു മോഹമാണത്. നിങ്ങൾ ലോകമറിയുന്ന ഒരു നടനാകുമെന്ന് എനിക്കുറപ്പുണ്ട്. അങ്ങനെയായിരുന്നു നിമ്മി പറഞ്ഞത്. പണമില്ലാതെ വിഷമിച്ച ശിവാജിക്ക് 500 രൂപ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് നിമ്മി പറഞ്ഞു, നിങ്ങൾ പോയി വരൂ. അങ്ങനെ നിമ്മിയും സുഹൃത്തുക്കളും നിർബന്ധിച്ചതോടെ രജനി ചെന്നൈക്ക് വണ്ടി കയറി. പക്ഷെ പിന്നീട് നിമ്മിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതായി. അവളെ തേടി രജനി തിരിച്ച് ബംഗളൂരുവിലേക്ക് എത്തി. അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവർ ആ നാട് വിട്ടു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്ങോട്ട് പോയി എന്ന കാര്യം അവിടെ ആർക്കും അറിയാൻ കഴിഞ്ഞില്ല. ഒരുപാട് അന്വേഷിച്ചു, ഫലമുണ്ടായില്ല. എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോയൊരു പെൺകുട്ടി. അവളുടെ വാക്കുകൾ സത്യമായി. ശിവാജി റാവുവിൽ നിന്നും രജനീകാന്തായി, വലിയ താരമായി. എന്നിട്ടും പിന്നീട് ഒരിക്കലും നിമ്മി അദ്ദേഹത്തെ കാണാൻ വന്നില്ല. ആദ്യം പറഞ്ഞതുപോലെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നമുക്കുള്ളിൽ വെളിച്ചമൊരുക്കി ഒരു നന്ദി വാക്കിന് പോലും കാത്തു നിൽക്കാതെ കടന്നു പോകുന്ന ചിലരുണ്ടല്ലേ. അവർ ജീവിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ഹെലൻ കെല്ലർ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ തൊടാനോ കഴിയണമെന്നില്ല. അത് ഹൃദയം കൊണ്ട് നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ഇടം നേടുന്നവരായി നമുക്കും മാറാം. മനസ്സിൽ ബാക്കിയാകുന്ന മനുഷ്യരാകാം, മറ്റൊരാൾക്ക് വെളിച്ചമാകാം. നമ്മളെ കൊണ്ട് എത്ര കാര്യങ്ങളൊക്കെ അല്ലേ സാധിക്കുകയുള്ളൂ. നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നമ്മളാൽ എന്തൊരു നന്മ ചെയ്യാൻ കഴിയുമോ, മറ്റുള്ളവർക്ക് ഒരു നിമിഷമെങ്കിലും അവരുടെ മുഖത്തേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് ഒരു ചിരി സമ്മാനിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം.